ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അറ്റൈൻമെൻറ്റ് കാൽക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണത്. പെറ്റ് ലാബിൽ എങ്ങനെ അറ്റൈൻമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ മാനുവലി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ പുതിയ വന്ന സ്റ്റാഫ് അതിന് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഓൾറെഡി ഇവിടെ ഉള്ള സ്റ്റാഫിനും കുറച്ച് കൺഫ്യൂഷൻ ഉള്ളത് ഈ വീഡിയോ വെച്ച് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കണം. ഇതിന് മുമ്പ് നമ്മളിതൊരു ഓഫ്ലൈൻ സെഷൻ നടത്തിയിട്ടുണ്ട്, അറ്റൈൻമെൻറ്റ് കാൽക്കുലേഷൻ റിലേറ്റഡ് ആയിട്ട്. അത് എക്സൽ വെച്ചിട്ടും മെറ്റ്ലാബ് വെച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും എക്സൽ വെച്ചിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും, ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം എന്നുള്ളതിനെ കൊണ്ട്. അപ്പോൾ ഇൻ കേസ് നമുക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എന്നിരുന്നാലും പിന്നെ ഇത് ഫുള്ള് വീഡിയോ കണ്ടിട്ട് നിങ്ങളിത് ഫെമിലറൈസ് ചെയ്യണം. കാര്യം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ സ്റ്റാഫിന് ഓരോരുത്തരെയും വിളിപ്പിച്ച് ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നൊന്ന് കൺഫേം ചെയ്യും. ഓക്കെ, ഇത് നമുക്ക് NBA റിലേറ്റഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളിതൊരു കോഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ കോഴ്സിന് നമുക്ക് ഡിഫറെൻറ്റ് അസസ്മെൻറ്റ് ടൂൾസ് ഉണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന 2 സീരീസ് എക്സാമും 2 അസൈൻമെൻറ്റുമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് സീരീസാണ് എടുത്തിട്ടുള്ളത് ഈ കോഴ്സിൻ്റെ. അപ്പോൾ ഈ കോഴ്സിൽ സെറ്റ് ചെയ്തിട്ടുള്ള കട്ട് ഓഫ്, അതായത് ടാർഗറ്റ് എന്ന് പറയുന്നത് 63% ആണ് നമ്മുടെ കട്ട് ഓഫ് വെച്ചിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് 60, 70, 80 ആണ്. ഓക്കെ, ഈ കട്ട് ഓഫും ബെഞ്ച് മാർക്കൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് നേരത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഫസ്റ്റ് സീരീസ് എക്സാം എടുത്ത് കഴിയുമ്പോഴത്തേന് അത് മാപ്പ് ചെയ്തിരിക്കുന്നത് CO1-നും CO2-ക്കുമാണ്. ഫസ്റ്റ് സീരീസിൽ കവർ ചെയ്യുന്ന COs CO1, CO2 ആണ്. അപ്പോൾ ഇവിടെ 63% അല്ലെങ്കിൽ എബവ് വന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ 1, പിന്നെ ഇവിടെ 2, 3, 4, 5, 6, അങ്ങനെ 6 ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ 6 ടോട്ടൽ ആൾക്കാർ 15. സോ 15, 6/15 is 40. അപ്പോൾ നമുക്ക് നമ്മുടെ ബെഞ്ച് മാർക്കിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഒരു ലെവലും അറ്റൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ 2 CO1-നും CO2-നും 40 ആയതുകൊണ്ട് നമ്മളുടെ ബെഞ്ച് മാർക്ക് എത്താത്തത് കൊണ്ടും നമുക്കിവിടെ അറ്റൈൻമെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സീരീസിൻ്റെ CO1-നും CO2-ലും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ്. നമ്മുടെ ഫസ്റ്റ് സീരീസിൽ നമുക്ക് CO1-ലും CO2-ലും കിട്ടിയിരിക്കുന്നത് 0 ആണ്. ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചു എന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ സീരീസ് 2ലേക്ക് പോവാം. അപ്പോൾ ഇവിടെ സീരീസ് 2 ഈ പറഞ്ഞ പോലെ നമ്മൾ സെക്കൻഡ് സീരീസിൽ CO3-യും CO4-ഉം ആണ്. അവിടെ നമുക്ക് കിട്ടിയ 33.3-യും 13.3 ആയതുകൊണ്ട് എഗെയിൻ നമ്മുടെ ബെഞ്ച് മാർക്ക് എത്താത്തത് കൊണ്ട് നമുക്ക് CO3-യും CO4-ഉം 0 തന്നെയാണ് കിടക്കുന്നത് ഫോർ സീരീസ് 2. അപ്പോൾ ഞാൻ അവിടെ CO3-യും CO4-ഉം ഇതാണ് എൻ്റെ സീരീസ് 2 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ CO3-യും CO4-ഉം എനിക്ക് 0 തന്നെയാണ് കിടക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ അസൈൻമെൻ്റ് ആണുള്ളത്. അപ്പോൾ അസൈൻമെൻറ്റിൽ ഇതെൻ്റെ ഫസ്റ്റ് അസൈൻമെൻ്റ് ആണ്. അതിൽ ഞാൻ മാപ്പ് ചെയ്തിരിക്കുന്ന CO1, CO2, CO3. എനിക്കിവിടെ 100, 100, 33.3 ആയതുകൊണ്ട് 100-ന് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 80 അബവ് ആയതുകൊണ്ട് 3 എന്നും, ഇവിടെയും 100 ആയതുകൊണ്ട് 3 എന്നും, ഇവിടെ 33.3 ആയതുകൊണ്ട് അത് 60-ൻ്റെ താഴെ ആയതുകൊണ്ട് 0 എന്നും. അപ്പോൾ 330 ആണ് എനിക്ക് CO1, CO2, CO3-ക്ക് കിട്ടുന്നത് ഫോർ അസൈൻമെൻറ്റ് 1. ഓക്കെ, സോറി. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയത് 3, 3 ആൻഡ് അഗെയിൻ 0. അതുപോലെ എനിക്ക് അസൈൻമെൻറ്റ് 2ക്ക്, ഇതിപ്പോൾ അസൈൻമെൻറ്റ് 1 കഴിഞ്ഞു. അസൈൻമെൻറ്റ് 2ക്ക് എനിക്ക് കിട്ടിയത് നമുക്ക് നോക്കാം. അസൈൻമെൻറ്റ് 2 ഏതൊക്കെ COs മാപ്പ് ചെയ്തു നോക്കാം. അസൈൻമെൻറ്റ് 2 COs മാപ്പ് ചെയ്തിരിക്കുക CO3, CO4, CO5. അവിടെ എനിക്ക് 3ഉം 3 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, CO3, CO4, CO5 ആണ് അസൈൻമെൻറ്റ് 2. ഇവിടെ അസൈൻമെൻറ്റ് 2 CO3, CO4, CO5. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ആവറേജ് വാല്യൂ നമുക്ക് എത്ര കിട്ടിയെന്ന് നോക്കാം. അതൊക്കെ ഇത് 3 നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ CO ബേസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇത് ഇൻറ്റേർണൽ ആട്ടോ. ഇൻറ്റേർണൽ ഇവാലുവേഷൻ, ഇൻറ്റേർണൽ വെച്ചിട്ട് അസൈൻമെൻറ്റും സീരീസും വെച്ചിട്ടുള്ള ഇവാലുവേഷനാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് CO1-ലേക്ക് നമ്മൾ 2 അസസ്മെൻറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് അസൈൻമെൻറ്റും അതുപോലെ തന്നെ അടുത്തത് എന്ന് പറയുന്നത് നമ്മളുടെ സീരീസും ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് സീരീസ്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് 50-50 ആയിട്ട് ഡിവൈഡ് ചെയ്തത്. 2 അസസ്മെൻറ്റ് ഒരു COക്ക് 50%, 50%. അതിൽ ഒന്നിൽ 3 കിട്ടി, ഒന്നിൽ 0 കിട്ടി. അപ്പോൾ അതിൻ്റെ ആവറേജ് എത്ര ആയിരിക്കും? 3 + 0/2 എന്ന് പറയുന്നത് 1.5 ആയിരിക്കും. നേരെ മറിച്ച് നമുക്ക് അടുത്തത് നോക്കാം. MET 204-ൻ്റെ സെക്കൻഡ്
അഗെയിൻ അവിടെ നമുക്ക് 3യും അസൈൻമെൻറ്റിൽ 3യും സീരീസിൽ 0 ആണ്. 2 അസസ്മെൻ്റ് ആയതുകൊണ്ട് 50% 50%, 3+0/2 എന്ന് പറയുന്നത് 1.5. അതുപോലെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് അസൈൻമെൻറ്റും ഉണ്ട്, ഫസ്റ്റ് അസൈൻമെൻറ്റും സെക്കൻഡ് അസൈൻമെൻറ്റും, പിന്നെ നമുക്ക് ഫസ്റ്റ് അസൈൻമെൻറ്റും സെക്കൻഡ് അസൈൻമെൻറ്റും സെക്കൻഡ് സീരീസും. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് 33.3, 33.3, 33.3 ബിക്കോസ് ദ ഹോൾ തിങ് ഇസ് ഗെറ്റിംഗ് ഡിവൈഡഡ് ഇൻ ടു 3. അവിടെ അഗെയിൻ നമുക്ക് കിട്ടുന്നത് 0 പിന്നെ 0 3. അപ്പോൾ 3+0+0 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എനിക്കിവിടെ കിട്ടുക 1 ആണ്. ഓക്കെ, അപ്പോൾ 1.5 1.5 1. ഇവിടെ നമുക്ക് അഗെയിൻ 3+0/2 എന്ന് പറയുന്നത് എനിക്ക് അഗെയിൻ 1.5 കിട്ടും. ഇനി ഇവിടെയോ എനിക്ക് ആകെ ഒരു അസസ്മെൻ്റ് ആണുള്ളത്, അതുകൊണ്ട് അവിടെ 100% വന്നു. അതിലെനിക്ക് 3 വന്നിട്ടുണ്ട്. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ നമുക്ക് എന്താ കിട്ടുന്ന ആകെ ഒറ്റ വാല്യൂ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 3 തന്നെയാണ്. സോ എനിക്ക് എൻ്റെ ഇൻറ്റേർണലിൽ ഉള്ള CO അറ്റൈൻമെൻറ്റ് എന്ന് പറയുന്നത് 1.5 1.5 1 1.53 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഇൻറ്റേർണലിൽ കിട്ടിയ 1.5 1.5 1 1.53 അത് തന്നെ ആയിരിക്കും നമുക്ക് ഈ ലാസ്റ്റ് നമ്മളൊരു ഓവറോൾ അറ്റൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നുണ്ടാവും ഈ സംഭവം 1.5 1.5 1 1.53. ഇപ്പോൾ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. ഇനി നമുക്ക് ഇൻറ്റേർണലായി ഇനി നമുക്ക് എന്താ കാണേണ്ടത്, നമുക്ക് നമ്മളുടെ എക്സ്റ്റേണൽ യൂണിവേഴ്സിറ്റി എക്സാം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്കവിടെ 0 ആണ്. അതായത് ശരിക്കും കിട്ടേണ്ടത് പാസ് മാർക്ക് നമ്മളാണ് കട്ട് ഓഫ് വെച്ചിരിക്കുന്നത്. ശരിക്കും അത് എത്രത്തോളം NBA സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. 40% ആണ് നമ്മൾ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത്. 60% ഓഫ് ദ സ്റ്റുഡൻസ് ഇഫ് ഈസ് ഗെറ്റിംഗ് 40% മാർക്ക് 60% സ്റ്റുഡൻസിന് കിട്ടിയാൽ 1 എന്നും 70% കുട്ടികൾക്ക് പാസ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 2 എന്നും അല്ലെങ്കിൽ 3 എന്നും എന്നാണ് കൊടുക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ആർക്കും ഈ 60% കുട്ടികൾക്കും 40 കിട്ടാത്തത് കൊണ്ട് നമുക്കവിടെ എല്ലാം 0 ആണ്. ഇനി നമുക്ക് ഫർദർ എങ്ങനെ പോകാമെന്ന് വെച്ചാൽ ഇൻറ്റേർണലിൻ്റെ 30%ഉം എക്സ്റ്റേണലിൻ്റെ 70% ആയതുകൊണ്ട് നമുക്ക് 0.3 ഇൻറ്റു 1.5 അതായത് 0.45 പ്ലസ് 0 ആണ് ഇൻറ്റു 0.7. അപ്പോൾ എനിക്ക് ബേസിക്കലി 1.45 എന്നായിരിക്കും ഇവിടെ കിട്ടുക. അതുപോലെ ഡയറക്റ്റ് ബാക്കി എല്ലാ വാല്യൂസും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഡയറക്റ്റ് എനിക്ക് അറ്റൈൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഈ വാല്യൂസ് 0.45 0.55 അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ 80%ഉം ഇൻഡയറക്റ്റ് അസസ്മെൻറ്റ് 20%. ഇൻഡയറക്റ്റ് അസസ്മെൻറ്റ് നിങ്ങൾക്കറിയാം, കോഴ്സ് എക്സിറ്റ് സർവേ. കോഴ്സ് എക്സിറ്റ് സർവേയിൽ എല്ലാവരും COക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. അതായത് 63% മാർക്ക് എല്ലാ കുട്ടികളും മീൻസ് ഒരു 80% കുട്ടികളും 63% മാർക്ക് ഓരോ COക്കും കൊടുത്തതുകൊണ്ട് എല്ലാം 3 വന്നു. കാര്യം നമുക്കറിയാലോ, നമ്മൾ കട്ട് ഓഫ് 63 ബെഞ്ച് മാർക്ക് 80% ആകുമ്പോഴാണ് എനിക്ക് ലെവൽ 3 വരുന്നത്. അപ്പോൾ എല്ലാവരും അത് 3 തന്നു. അപ്പോൾ 3 തന്ന സ്ഥിതിക്ക് എൻ്റെ ഓവറോൾ അറ്റൈൻമെൻറ്റ് എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി 0.8 ഇൻറ്റു 0.45. കാര്യം 80% ഓഫ് ഡയറക്റ്റും പിന്നെ 20% 0.2 ഓഫ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ 3യും. അപ്പോൾ 0.6 പ്ലസ് ഈ വാല്യൂ എന്ന് പറയുന്നത് 0.96 ആണ്. അങ്ങനെ എനിക്ക് ഓരോ COൻ്റെ വാല്യൂ എനിക്ക് അവിടെ കിട്ടി. അങ്ങനെ കിട്ടിയ വാല്യൂ ആണ് ഈ പറഞ്ഞ 0.96 0.96 0.84 0.96 1.32. അപ്പോൾ ഇത് CO അറ്റൈൻമെൻറ്റ് കറക്റ്റാണ്. ഇനി അടുത്ത ടേബിൾ എന്ന് പറഞ്ഞാൽ COPO ആവറേജ്, COPO മാപ്പിങ്ങിൻ്റെ ആവറേജ്. നമുക്കിവിടെ CO ഉണ്ട്, ഇവിടെ PO ഉണ്ട്. അത് മാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് വാല്യൂ ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇനി ശരിക്കും ഇങ്ങനെ ഒരു ടേബിളിൻ്റെ ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് അറ്റൈൻമെൻറ്റ് ഈ ടേബിൾ മതി. COPO അത് മാപ്പിങ്ങും അല്ല, ഇത് ആക്ച്വലി COPO അറ്റൈൻമെൻ്റ് ആണ്. അപ്പോൾ ഞാനത് GB സാറിനോട് പറഞ്ഞിട്ടുണ്ട് അവരോട് കറക്റ്റ് ചെയ്യാൻ. ഇനി അത് എനിക്കറിയില്ല, അല്ലെങ്കിൽ നമുക്കത് വെട്ടിയിട്ട് ഇങ്ങനെ എഴുതേണ്ടി വരും. ഈ ഒരു ടേബിളിൻ്റെ ആവശ്യം ശരിക്കില്ല. ഇനിയിപ്പോൾ അവിടെ കിടക്കുകയാണെങ്കിൽ കിടക്കട്ടെ. കാര്യം ഇത് ബേസിക്കലി പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ മാപ്പിംഗ് ആണ് കിടക്കുന്നത്. ഈ മാപ്പിംഗ് തന്നെയാണ് ഇവിടെയും കിടക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയ അറ്റൈൻമെൻറ്റ് വാല്യൂ, അതായത് നമുക്ക് ഇവിടുന്ന് CO അറ്റൈൻമെൻറ്റും ഇവിടെ PO മാപ്പിങ്ങും കിട്ടിയിട്ട് വെച്ച് ചെയ്യുന്ന അറ്റൈൻമെൻറ്റ് വാല്യൂ ഉണ്ടല്ലോ, ഈ വാല്യൂ PO അറ്റൈൻമെൻറ്റ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ മാപ്പിങ്ങും ശരിക്കും അതിൻ്റെ ഒരു ആവശ്യമില്ല. ഈ ഒരു മാപ്പിങ്ങും അറ്റൈൻമെൻറ്റിൻ്റെ ഈ ടേബിളും മതി. എനിവേ, നമുക്ക് എങ്ങനെയാണ് ഈ വാല്യൂസ് കിട്ടിയതെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇതിപ്പോൾ 0.96 ഈ വാല്യൂ ഉണ്ട്. നമ്മൾ മാപ്പിംഗ് നമുക്കറിയാം. ഓക്കെ, ഈ മാപ്പിങ്ങുകൾ നമുക്കറിയാം. ഇവിടുന്ന് 3 ആണ്. ഇത് ഓവർലാപ്പായി വന്നാട്ടോ, ഇവിടെ ശരിക്കും 3 മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു 3 വന്നിട്ടുണ്ട് മാപ്പിങ്.
ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 0.96 ഇൻറ്റു നമുക്കിവിടെ മാപ്പിംഗ് 3 ആണല്ലോ, വേറെ എവിടെയും മാപ്പിംഗ് ഇല്ല. സോ അതെങ്ങനെ കാൽക്കുലേഷൻ വെച്ചാൽ 0.96 ഇൻറ്റു അവിടെ മാപ്പിംഗ് 3, അതിൻ്റെ മാക്സിമം വാല്യൂ 3. ഓക്കെ, ഇപ്പോൾ വേറെ എവിടെയും മാപ്പിംഗ് ഇല്ല, ഇനി ഒരു വാല്യൂ എടുക്കാനില്ല. സോ ദിസ് വിൽ ബി 0.96 ഇറ്റ് സെൽഫ്. അതുകൊണ്ട് ഇവിടെ എനിക്ക് കിട്ടിയത് 0.96 ആണ്. ബാക്കി എല്ലായിടത്തും 000 വരും. ആ 0.96ൻ്റെ ആവറേജ് 0.96 തന്നെ. ഓക്കെ, ഇനി വേറൊരു വാല്യൂ എടുക്കാം. ഇതപ്പോൾ ഈ PO2 എടുത്ത് നോക്കാം. അപ്പോൾ PO2 എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരിക? ഇവിടെ PO2 എടുത്ത് കഴിയുമ്പോഴത്തേന് നമുക്കിവിടെ മാപ്പിംഗ് ആകെ വരുന്നത് ഇവിടെയാണ്, അതായത് ഏറ്റവും ലാസ്റ്റ് 1.32ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് വരിക? 1.32 ഇൻറ്റു അവിടെ എത്രയാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്? 3. അതിൻ്റെ മാക്സിമം വാല്യൂ എത്ര? 3. അപ്പോൾ നമുക്ക് എന്താ 1.32 തന്നെ വരും. അതുകൊണ്ട് ഇവിടെ 1.32 വന്നു, അതിൻ്റെ ആവറേജ് 1.32. ക്ലിയർ? അതുപോലെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഇതെടുക്കാം, വേറൊരു വാല്യൂ എടുക്കാം. നമുക്കൊരു ഡബിൾ മാപ്പിംഗ് ഇവിടെ ഒന്നെടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ വരിക? PO12 നമ്മൾക്ക് ഈ സെക്കൻഡ് CO ആണ് 2 ആയി മാപ്പ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്കിവിടെ എന്താ വരിക? ഇവിടെ സെക്കൻഡ് COൻ്റെ അറ്റൻമെൻറ്റ് വാല്യൂ 0.96. അപ്പോൾ 0.96 ഇൻറ്റു മാപ്പ് ചെയ്ത വാല്യൂ എത്രയാണ്? 2. അതിൽ മാക്സിമം കിട്ടാവുന്ന വാല്യൂ എത്രയാണ്? 3. അപ്പോൾ 0.96 ഇൻറ്റു 2/3 എന്ന് പറയുന്നതാണ് ഇവിടെ 0.64 വന്നത്. വേറെ എവിടെ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആവറേജ് വാല്യൂ 0.6. ഇനി ഞാൻ വേറൊരു സംഭവം എടുക്കാം. ഇപ്പോൾ ഇവിടെ 1ഉം 1ഉം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഏതാണ്? 0.96 ഇൻറ്റു 1/3. 1 ആണ് അവിടെ മാപ്പിംഗ്, അതിൻ്റെ മാക്സിമം വാല്യൂ 3. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പോയിൻ്റ് നാലാമത്തെ വാല്യൂ എഗെയിൻ 0.96 ഇൻറ്റു 1/3. അപ്പോൾ ഇവിടെ എന്താ വരിക? ദിസ് വിൽ ബി 0.96. മിനിറ്റ്, ഞാൻ പറയണത് ഇപ്പോൾ PSO1 ആണ്. PSO1 എന്ന് പറയുന്നത് 0.96 ഇൻറ്റു അവിടുത്തെ മാപ്പിംഗ് വാല്യൂ 1, മാക്സിമം വാല്യൂ 3. അതുപോലെ അതിൻ്റെ CO4 മാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ദിറ്റ് ഈസ് 0.96 ഇൻറ്റു 1/3. അപ്പോൾ 0.96 1/3 എന്ന് പറയുന്നത് 0.32 ആണ്. ഇവിടെയും 0.32 വന്നു. 0.32 + 0.32 ഡിവൈഡ് ബൈ 2 അഗെയിൻ 0.32. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ CO PO അറ്റൈൻമെൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് അവസാനം കിട്ടിയ CO PO അറ്റൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ PO1ൻ്റെ അറ്റൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് 0.96, 1.32, പിന്നെ PO3 അങ്ങനെ വന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. ആക്ച്വലി നമുക്കിവിടെ ഒരു നല്ല വാല്യൂ, അതായത് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് കുറച്ചുകൂടി ബെറ്റർ വാല്യൂ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അവിടെ പെർസെൻറ്റേജ് കൂട്ടായിരുന്നു. കാര്യം ഇവിടെ നമുക്ക് ഈ ലാസ്റ്റ് വണ്ണിൽ നിങ്ങൾക്കറിയാം ഇതൊക്കെ ഈ വാല്യൂ ഇങ്ങനെ വന്നു. യൂണിവേഴ്സിറ്റി എക്സാമിനും നമുക്ക് ഫസ്റ്റ് ഷീറ്റിലായിരുന്നത്, ഒരു മിനിറ്റ്, അതാ ഇവിടെ നമുക്ക് എക്സ്റ്റേണലിൽ 0 വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വാല്യൂ കുറഞ്ഞ് വന്നത്. ഇവിടെ ശരിക്കും നമുക്ക് 3 ആണ് അതിൻ്റെ മാക്സിമം വാല്യൂ വരേണ്ടത്, പക്ഷെ നമുക്ക് കിട്ടിയത് 0.96 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് അറ്റൈൻമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ അറ്റൻമെൻറ്റ് ഷീറ്റ് എടുത്തിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇതിൻ്റെ ലെങ്തി ആയതുകൊണ്ട് ഞാനിതിൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് ഷെയർ ചെയ്യാം. ഇതിൻ്റെ പാരലൽ ഞാൻ നിങ്ങൾക്ക് എക്സൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും കൂടി ഒരു വീഡിയോ ഇട്ടുതരാം.